അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. എല്ലായിടത്തും ലഹരി മരുന്ന് വ്യാപകമാണെന്ന് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആചാരിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇപ്പോ ചില സിനിമകളുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന, ഏറ്റവും കൂടുതൽ അക്രമം സംഘടിപ്പിക്കുന്ന ആള് ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ല, അതെന്തിനാണ് സിനിമയുടെ തലയിൽ മാത്രം വെക്കുന്നത്? അല്ല, അത് പിന്നെ ഒരു സംശയം കേൾക്കട്ടെ. അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാറും ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ? ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ്. സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു. അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോയെ ഏറ്റെടുക്കുന്നു. കഷ്ടം. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എന്താ ഉറക്കം വരുന്നു? ഇത് ഈ പറഞ്ഞതുപോലെ ഹീറോ ആയിട്ടല്ലേ? അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇപ്പോൾ തൊട്ടടുത്ത എന്റെ നാട്ടിലാണ് ഇപ്പോൾ വന്ന വാർത്ത. അനുജൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതിന് സഹോദരനെ വെട്ടി പരിക്കേൽപ്പിച്ചു, മാരകമായി പരിക്കേറ്റിരിക്കുകയാണ്. ഈ കണക്ക് കൊണ്ട് എന്ത് ചെയ്യണം ശ്രീ അരുൺകുമാർ? കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ കണക്കുകൾ കൊണ്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? കണക്കുകൾ കൃത്യമായി നമ്മളെല്ലാം മനസ്സിലാക്കണം. അടിപൊളി. ചേച്ചി, എന്റെ ചേച്ചി. പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടണം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിനക്ക് തലയ്ക്കല്ല സുഖട്ടോ. അതിനി ബോധ്യപ്പെടാത്തത് ആർക്കാണ്? നിങ്ങൾ ആരോടാണ് ഈ കണക്കുകൾ പറയുന്നത്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ശ്രീ അരുൺകുമാർ, ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കൂ. അങ്ങേയറ്റം എത്തി എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യത്തിൽ കേരളത്തെക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നോ പഞ്ചാബിലാണെന്നോ അറിഞ്ഞിട്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം? അത് തികച്ചും താർക്കികമായ ചോദ്യമാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ സമയത്ത് നോക്കൂ, പഞ്ചാബിൽ കുറച്ചുകൂടി കൂടുതലാണ് മയക്കുമരുന്ന് പിടിച്ചത്, ഇവിടെയാണ് കൂടുതൽ എന്ന് അറിഞ്ഞതുകൊണ്ട് ഇന്ന് അക്രമം നേരിട്ട മനുഷ്യരുടെ ബന്ധുക്കൾ എന്ത് ചെയ്യണം? നാളെ ഇത് പേടിക്കുന്ന അമ്മമാരെന്ത് ചെയ്യണം? ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.